ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com പ്രോഗ്രാമിൻ്റെ ചങ്ക് പ്രേക്ഷകരായിട്ടുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്ന് ഈ സ്വർഗത്തിലേക്ക്, ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിൽ മാലാകമാരെ പോലെ കളിക്കാനും ചിരിക്കാനും വന്നിരിക്കുന്നത് സെന്റ് മേരീസ് തേശ്ശേരി പള്ളിയിലെ കൊച്ചു കൂട്ടുകാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൂട്ടുകാരെ, സുഖമാണോ? നിങ്ങൾക്ക് ഹാപ്പിയാണോ? എന്നാ ഈശോയുടെ അടുത്ത് അടിച്ചു പൊളിച്ചാലോ? ഈശോയുടെ അടുത്ത് കൂടെ ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് പോയിരിക്കുന്നത്, അവരെ കാണുന്നത്, അവരോട് മിണ്ടുന്നത് ഇഷ്ടമുള്ള കാര്യമല്ലേ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ ഈശോയുടെ അടുത്ത് നമ്മൾ ഇന്ന് ഇരിക്കാൻ പോവാണ്, ഈശോയുടെ അടുത്ത് നിന്ന് കളിക്കാൻ പോവാണ്, ഈശോയുടെ അടുത്ത് നിന്ന് രസിക്കാൻ പോവാണ്. ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല എനർജിയുള്ള ആൾക്കാരാട്ടോ, നല്ല സൂപ്പറാണ്. ഇന്ന് ഈശോയ്ക്ക് വലിയ ഇഷ്ടമാകും നിങ്ങളുടെ എനർജിയും പാട്ടും പ്രാർത്ഥനയൊക്കെ. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ വലിയ രസക്കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. നിങ്ങൾക്കിവിടെ ഈശോ അപ്പച്ചൻ ഒരുക്കി വെച്ചിരിക്കുന്ന കുറേ രസക്കാഴ്ചകളുണ്ട്. അതിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കടക്കാൻ പോവാണ്. പോയാലോ? മാലാകക്കൂട്ടം.com ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ് മക്കളെ? ഈശോയ്ക്ക് സ്തുതി പാടാനാണ് ആദ്യ സെഗ്മെന്റ്. ഈശോയ്ക്ക് സ്തുതി പാടാൻ സ്വർഗത്തിൽ കുറെ മാലാകമാരുണ്ട് അല്ലേ? ഈശോയ്ക്ക് സ്തുതി കുറഞ്ഞിട്ടാണോ നമ്മൾ പാടുന്നത്? അല്ല, അല്ലേ? അനേക വൃന്ദം മാലാകമാര് ഇങ്ങനെ പാടി ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഈശോയ്ക്ക് സ്തുതി കുറഞ്ഞിട്ടല്ല. പക്ഷേ ബൈബിളില് യോഹന്നാൻ പുസ്തകത്തിൽ സമരക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ആത്മാവിലും സത്യത്തിലും നിങ്ങൾ എന്നെ ആരാധിക്കണം. അപ്പോൾ നമ്മളിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടത് നമ്മുടെ അറിവാണോ? നമ്മുടെ കഴിവാണോ? നമ്മൾ പഠിച്ച് നല്ല ഡിഗ്രി ഒക്കെ എടുക്കുന്നതാണ് ഈശോയ്ക്ക് വേണ്ടത്? ഈശോയ്ക്ക് നമ്മളിൽ നിന്ന് ആകെ വേണ്ടത് എന്താണ്? ആരാധന. എന്താണ്? അങ്ങനെയാണ് ഈശോയ്ക്ക് സ്തുതി പാടിയാലോ? ഒരു കൊച്ചു പാട്ട് ചേട്ടൻ വേഗം പഠിപ്പിക്കാം. എന്ന് കേട്ടേ വേഗം പഠിച്ചു കേട്ടോ. കുഞ്ഞുങ്ങളെ വരൂ, കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമകളം കുഞ്ഞുങ്ങളെ വരൂ. പഠിക്കേ. കുഞ്ഞുങ്ങളെ വരൂ, കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമകളം. ജീവിതമെല്ലാം പുത്തനാക്കിടാം, ജീവന്റെ നാഥനാം ഞാൻ. പഠിക്കേ. ജീവിതമെല്ലാം പുത്തനാക്കിടാം, ജീവന്റെ നാഥനാം ഞാൻ. ബന്ധനങ്ങൾ നീക്കിടാം, സ്വാതന്ത്ര്യമേകിടാം, ബന്ധനങ്ങൾ നീക്കിടാം, സ്വാതന്ത്ര്യമേകിടാം, സ്നേഹത്തിലൊന്നായിടാം, സ്നേഹത്തിലൊന്നായിടാം. പഠിക്കേ. സ്നേഹത്തിൽ ഒന്നായിടാം, സ്നേഹ la 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 la. പഠിക്കേ. la la good la 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 la. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പാടി, സൂപ്പറാണ്. അപ്പൊ ഈശോയുടെ അടുത്ത് കളിക്കണമെങ്കിൽ, മാലാകെ പോലെ ഡാൻസ് ചെയ്യണമെങ്കിൽ ചെറിയ സ്റ്റെപ്പൊക്കെ വേണം. അപ്പൊ ചേട്ടായ സ്റ്റെപ്പ് പറഞ്ഞു തരാൻ പോവാ. റെഡി? കുഞ്ഞുങ്ങളെ വരൂ. നോക്കിയേ. കുഞ്ഞുങ്ങളെ വരൂ, കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമകളം കുഞ്ഞുങ്ങളെ വരൂ. ചെയ്തേ. കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമകളാന്ന് പറയുക ഇച്ചിരി സോഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യണം കേട്ടോ. ചിലരിങ്ങനെ ആട്ടണം കണ്ടപ്പോൾ അടുത്ത വീട്ടിലേക്ക് കൊച്ചു തെറിച്ചു പോകും. അതേപോലെ അരുമകൾ വളരെ സ്ലോയിൽ അരുമകളാം അല്ലേ? അങ്ങനെ വേണം. കുഞ്ഞുങ്ങളെ വരും. ജീവിതമെല്ലാം, ജീവിതമെല്ലാം ചെയ്തേ. കൈ ഇങ്ങനെ വൈബ്രേറ്റ് ആയിട്ടെ. ജീവിതമെല്ലാം പുത്തനാക്കിടാം, ജീവന്റെ നാഥനാം ഞാൻ. ചെയ്തേ. ജീവിതമെല്ലാം. ആഹാ, നീ ഇവിടെ നോക്കിയേ.
ബന്ധനങ്ങൾ നീക്കിടാം, സ്വാതന്ത്ര്യമേകിടാം. ബന്ധനങ്ങൾ. ഇനി അടുത്ത ആളുടെ കയ്യിൽ ഇങ്ങനെ പതുക്കെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണം. സ്നേഹത്തിലൊന്നായിടാം, സ്നേഹത്തിൽ. ലാലാല എന്ന് പറയുമ്പോൾ ഒരു മാലാഖയുടെ ഏഞ്ചൽസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ഫ്രോക്കൊക്കെ പിടിച്ചിട്ട് ഡാൻസ് ചെയ്യണം. അപ്പൊ ബോയ്സ് വീണ്ടും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യണം കേട്ടോ, അങ്ങനെ ആടി കളിക്കണം. ഓക്കെ, റെഡി? ആർ യു റെഡി? അന്ന് ഈശോയിനൊന്ന് സന്തോഷിപ്പിച്ചാലോ? മാലാഖമാര് പാടുമ്പോ മാത്രം ഈശോ സന്തോഷിച്ചാ പോരല്ലോ, നമ്മളും കളിക്കുമ്പോൾ ആര് സന്തോഷിക്കണം? ആർ യു റെഡി? ചാടി എഴുന്നേറ്റ് നോക്കട്ടെ, നിങ്ങളുടെ എനർജി കണ്ട് ഈശോയ്ക്ക് ഇന്ന് സന്തോഷം വരുമോ നോക്കാം. ചിരിച്ച് കളിച്ച് നന്നായിട്ട് സന്തോഷം വരട്ടെ. ഈശോയ്ക്ക് നമ്മുടെ കളി കാണുമ്പോൾ സന്തോഷം വരണം. റെഡി? കം ഓൺ. കുഞ്ഞുങ്ങളെ വരൂ, കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമകളാം കുഞ്ഞുങ്ങൾ. ഒന്നുകൂടെ ചെയ്ത്. കുഞ്ഞുങ്ങളെ വരൂ, കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമകളാം കുഞ്ഞുങ്ങൾ. ജീവിതമെല്ലാം ജീവിതമെല്ലാം പുത്തനാക്കിടാം, ജീവന്റെ നാഥനാം ഞാൻ. ഒന്നുകൂടെ ചെയ്തേ. ജീവിതമെല്ലാം പുത്തനാക്കിടാം, ജീവന്റെ നാഥനാം ഞാൻ. ബന്ധനങ്ങൾ നീക്കിട, ബന്ധനങ്ങൾ നീക്കിട, സ്വാതന്ത്ര്യമേകിടാം. ബന്ധനങ്ങൾ നീക്കിടാം, സ്വാതന്ത്ര്യമേകിടാം. സ്നേഹത്തിലൊന്നായിടാം, സ്നേഹത്തിൽ. മാലാഖയെ പോലെ കളിച്ചേ എല്ലാവരും. ലാ 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 ലാ. ഒന്നുകൂടെ ലാ 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 ലാ. കുഞ്ഞുങ്ങളെ വരൂ. ഒന്നുകൂടെ ചെയ്ത് എല്ലാവരും കുഞ്ഞുങ്ങളെ വരൂ. റെഡി? 3, 4. കുഞ്ഞുങ്ങളെ വരൂ, കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമ. സ്പീഡ് ചെയ്തേ. കുഞ്ഞുങ്ങളെ വരൂ, ദൈവത്തിൻ അരുമകളാം. ജീവിതമെല്ലാം ജീവിതമെല്ലാം പുത്തനാക്കിടാം, ജീവന്റെ നാഥനാം. ഒന്നുകൂടെ ജീവിതമെല്ലാം ജീവിതമെല്ലാം പുത്തനാക്കിടാം, ജീവന്റെ നാഥനാം ഞാൻ. ബന്ധനങ്ങൾ നീക്കിടാം, ബന്ധനങ്ങൾ നീക്കി സ്വാതന്ത്ര്യമേകിടാം. ബന്ധനങ്ങൾ നീക്കിടാം, സ്നേഹത്തിലൊന്നായിടാം, സ്നേഹത്തിലൊന്നായിടാം. ഒന്നുകൂടെ. സ്നേഹത്തിൽ സ്നേഹത്തിൽ ഒന്നായിടാം. കൈഡിച്ചേ. സൂപ്പർ. ഈശോയെ സ്നേഹിക്കാൻ ഇതൊരു ഭാഗ്യമല്ലേ ഈ സ്വർഗത്തിൽ, അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ രണ്ടാമത്തെ രസക്കാഴ്ചയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ രസക്കാഴ്ചയാണ്, സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. ശരീരത്തിന് ഫുഡ് ആവശ്യം എന്നതുപോലെ നമ്മുടെ ആത്മാവിന് ഫുഡ്. ദൈവവചനം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആത്മാവിന്റെ ഫുഡാണ് എന്ത്? പറയൂ. ദൈവവചനം. അപ്പൊ ഇത് ഭക്ഷിക്കണം, അല്ലേ? നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ഭക്ഷിക്കണം. സ്കൂളിൽ പോണ സമയത്ത് വചനപ്പെട്ടിന്നാണെങ്കിലും ഒരു വചനം എടുത്തിട്ട് വായിച്ചിട്ട് അത് നിങ്ങളുടെ ബാഗിൽ ഇട്ടിട്ട് പോകണം. എൻ്റെ ഇന്റർവെൽ ടൈമിൽ ഒരു പ്രാവശ്യം വെറുതെ ഒന്ന് വായിക്കണം. നെക്സ്റ്റ് ഇന്റർവെല്ലിൽ ഒന്ന് വായിക്കണം. തേർഡ് ഇന്റർവെല്ലിൽ ഒന്ന് വായിക്കണം. വീട്ടിലെത്തുമ്പോഴേക്കും ആ വചനം കാണാപ്പാടാവും. ഭക്ഷിച്ചു, അല്ലേ? ഇങ്ങനെ വചനം നിറയുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ മാറും. അപ്പൊ ഇന്ന് നമുക്ക് ഈ രണ്ടാം സെഗ്മെന്റില് വചനം പറയാനായിട്ട് വരുന്നത് ടോമി ചേട്ടനാണ്. ആരാ വരുന്നേ? ടോമി ചേട്ടൻ കുറേ നാളുകള് കൊച്ചു കൂട്ടുകാരുടെ ഇടയിൽ, യുവജനത്തിന്റെ ഇടയിൽ, ഡിവൈനിൽ കുറേ കാലം ഇന്നും ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേട്ടായിയാണ് ടോമി ചേട്ടായി. അപ്പോൾ ടോമി ചേട്ടായി ഒരു നേഴ്സാണ്, എന്നാൽ അതിൻ്റെ കൂടെ ശുശ്രൂഷയും ചെയ്യുന്നു.
അപ്പൊ ടോമി ചേട്ടായിനെ നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഒരു യോ യോ ക്ലാപ്പ് കൊടുത്തിട്ടാണ്. ഏത് ക്ലാപ്പാണ്? എന്ത് ക്ലാപ്പാണ്? അപ്പൊ നോക്കിയേ, യോ എന്ന് പറയുമ്പോൾ നിങ്ങൾ യോ ചെയ്തേ. യോ യോ പറയും. അപ്പൊ യോ 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 ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, റെഡി? ചെയ്തെന്ന് യോ യോ യോ. പഠിച്ചോ? ഒന്ന് എണീറ്റ് എല്ലാവരും, നമുക്ക് ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യാം. യോ യോ ക്ലാപ്പ് ഗോ. യോ യോ യോ. വെരി ഗുഡ്. ഹലോ 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 ഹലോ. ആർ യു ഹാപ്പി? യെസ്. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന, കേൾക്കാൻ പോകുന്ന, അയവിറക്കാൻ പോകുന്ന വചനം ഇതാണ്. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ 8-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനം. ഈ വചനം ഒന്ന് ഏറ്റു പറയാവോ? യെസ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് കർത്താവ് കർത്താവ് എല്ലാം എല്ലാം നന്മയ്ക്കായി നന്മയ്ക്കായി മാറ്റും. മാറ്റും. ഡു യു ബിലീവ് ദിസ്? യെസ്. ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഇത്? യെസ്. എന്തൊക്കെ സംഭവിച്ചാലും, നമുക്ക് ദൈവം തിന്മ തന്നാലും അത് നന്മയ്ക്കായി മാറ്റും. അതാണ് സത്യം. ഇതാ നമ്മളിന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദ്യം ഇതാ, നിങ്ങളൊക്കെ ആരൊക്കെ ആയിത്തീരും? ആഫ്റ്റർ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആരൊക്കെ ആയിത്തീരും? അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നിങ്ങളൊക്കെ ആരായിത്തീരും? നിങ്ങളുടെ ഉള്ളിലൊരു സ്വപ്നമുണ്ടോ? ഉണ്ട്. ഒരു ഡ്രീം ഉണ്ടോ? ഉണ്ട്. ഒരു പ്രൊജക്റ്റ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്നേ, എന്നിട്ടൊന്ന് ചിന്തിച്ചേ. ഞാൻ ആരായിത്തീരും 10 വർഷം കഴിഞ്ഞ്? 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആരായിത്തീരുക? ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ വല്ല സ്വപ്നമുള്ളവരൊന്ന് പറഞ്ഞേ. ഡോക്ടർ. ഫെന്റാസ്റ്റിക്, നന്നായി. ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, മിലിറ്ററി ഓഫീസർ ആവണം, അങ്ങനെ പല പല ഡ്രീംസ് ഉണ്ട്. ഈ ഡ്രീംസിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഉയർന്നു പോണേ. ഞാനൊരു ചെറിയ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കഥയായിരിക്കും, എന്നാലും ഞാൻ നിങ്ങൾക്കൊരു വിചിന്തനത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്നോടെ പറയാം. ഒരു കഥ. അതായത് ഒരു കർഷകന് തൻ്റെ വയലിൽ പണിയെടുക്കുന്ന ഒരു ചെറിയ കഴുത ഉണ്ടായിരുന്നു. അതൊത്തിരി പ്രായം ചെന്ന കഴുതയാണ്. ആ കഴുതയുടെ പുറത്ത് ഈ കർഷകൻ ധാന്യമൊക്കെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യും. ഒരു ദിവസം ഈ കർഷകൻ ഈ കഴുതയുടെ പുറത്ത് ധാന്യമൊക്കെ വെച്ച് യാത്ര ചെയ്യുന്ന വഴിയിൽ ഈ കഴുത ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണുപോയി. പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ കർഷകൻ ചിന്തിച്ചു, ദൈവമേ, ഇനി കഴുതനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കഴുതനെ പിടിച്ച് കയറ്റാൻ ക്രെയിനൊന്നുമില്ല ഇവിടെ ഇത് പിടിച്ച് കയറ്റണമെങ്കിൽ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ കർഷകൻ പറഞ്ഞു, അടുത്തുള്ള വില്ലേജിലെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അതേ ഒന്ന് വന്നേ, എൻ്റെ കഴുത കിണറ്റിൽ പോയി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിന് ഇത്രയും ആഴമുള്ള കിണറിൽ നിന്ന് എങ്ങനെ കയറ്റാൻ പറ്റും? ഇത് സാധ്യമായ കാര്യമല്ല. നമുക്കൊരു പണി ചെയ്യാം. ഈ കഴുതേനെ ഈ കിണറ്റിലിട്ട് അങ്ങോട്ട് മൂടിക്കളയാം. നിങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ കൊണ്ടുപോവുക. എല്ലാവരും എന്തെങ്കിലുമൊക്കെ മണ്ണോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ആ നാട്ടുകാരൊക്കെ കൂടി കുറേ മൺചട്ടിയൊക്കെ എടുത്ത് മണ്ണ് ഉള്ള വേസ്റ്റുകൾ, ഒരു വീട്ടിൽ കുറേ വൈക്കോല് വേസ്റ്റ് നനഞ്ഞിരിപ്പുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി കഴുതയുടെ പുറത്തേക്ക് ഇട്ടു. കുറച്ച് പേര് കുറച്ച് ചക്കമടലുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് ഈ കഴുതയുടെ പുറത്തേക്ക് ഇട്ടു. കഴുത ഈ വൈക്കോലിൻ്റെയും ചക്കമടലിൻ്റെയും ഒക്കെ മേതെ കയറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 തൊട്ടി മണ്ണ് കഴുതയുടെ തലയിൽ വീണു. അപ്പോൾ വീണ്ടും കഴുത ഈ മണ്ണൊക്കെ അങ്ങോട്ട് കുടഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ മീതിൽ സ്റ്റെപ്പ് ചെയ്തു. കഴുത തൻ്റെ മേത്ത് വീഴുന്ന വേസ്റ്റും തൻ്റെ മേത്ത് വീഴുന്ന മണ്ണും എല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ മേലെ കയറി നിൽക്കാൻ തുടങ്ങി കഴുത. ഈ കഴുത അങ്ങോട്ട് പൊന്തി 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 ഫൈനലി എന്ത് സംഭവിച്ചു? കഴുത നോക്കിയപ്പോൾ എല്ലാം കുടഞ്ഞു കളഞ്ഞു. കഴുതൊക്കെ ആദ്യം കരഞ്ഞു, പിന്നെ ഇതിനെയൊക്കെ കുടഞ്ഞു കളഞ്ഞ് അതിൻ്റെ മീതെ കയറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ കഴുത ഉയരാൻ തുടങ്ങി. അങ്ങനെ കഴുത ഭൂമിയുടെ നിരപ്പിലേക്ക് എത്തി. കഴുത വീണ്ടും പഴയ പോലെ നടന്നുപോയി. അതാണ് ചെറിയ മോറൽ സ്റ്റോറിയാണ്. ഇറ്റ്സ് എ ഫണ്ണി സ്റ്റോറി. പക്ഷെ ഇതിലൊരു വലിയ അർത്ഥമുണ്ട്.
നിങ്ങൾ IAS ഓഫീസറോ IFS ഓഫീസറോ ഇന്ത്യൻ എഞ്ചിനീയറോ ഡോക്ടറോ മിലിറ്ററി ഓഫീസറോ റേസറോ എന്തുമായിക്കൊള്ളട്ടെ, ആകുന്നതിന് മുൻപ് നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾക്കൊത്തിരി മാലിന്യങ്ങൾ നിങ്ങളെ തേടിയെത്തും, കളിയാക്കലുകൾ തേടിയെത്തും. എന്നാലും ഇതിനെല്ലാം നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ടെടുത്ത് അതിൻ്റെ മേലെ കയറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഉയർന്നു വരണം. ഈശോയുമായിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞ വചനം ഇതാ: തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ഈശോ മാറ്റും. ഇത് സത്യ. ഒന്ന് കണ്ണുകളടച്ചേ, കൈ ഒന്ന് കൂപ്പിപ്പിടിച്ചേ. ഇന്ന് നമ്മൾ കേട്ട വചനം ഇതാ: തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ഈശോ മാറ്റും. എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റേതാണ്, നിൻ്റെ സ്വന്തമാണ്. ഇതൊന്ന് ഏറ്റു പറഞ്ഞേ: ഈശോയെ, ഞാൻ നിൻ്റെ സ്വന്തമാണ്, എനിക്ക് നിന്നെ വേണം, ഞാൻ നിൻ്റേതാണ്, എനിക്ക് വളരണം, എനിക്ക് ഉയരണം, എനിക്ക് നിനക്ക് വേണ്ടി നിലകൊള്ളണം. ലോർഡ് ജീസസ്, ഐ ലവ് യു. ഈശോയുടെ കൂട്ടുകാരെ, ടോമി ചേട്ടായിക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? മൂന്നാമത്തെ സെഗ്മെന്റ്. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. പറയൂ. വിശുദ്ധരെ പരിചയപ്പെടാം. അപ്പൊ ഇന്ന് വിശുദ്ധരെ കുറിച്ച് ഈ സ്വർഗത്തിൽ പറയാനായിട്ട് ആരാണ് ഒരുങ്ങിയിരിക്കുന്നത്? ആരൊക്കെയാ? മോളും ഓക്കെ മോനും വരും. ഇങ്ങോട്ട് വാ, ഒരു കൈയ്യടി കൊടുത്തവർക്ക്. കയറിയിരുന്നു. മോളുടെ പേര് പറഞ്ഞേ. ഏഞ്ചൽ മരിയ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഞ്ചൽ മരിയ. ഇന്ന് ഏത് വിശുദ്ധനെയോ വിശുദ്ധയോ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ പാദ്രി പിയോ കുറിച്ച് പറയാണ്. ഓക്കെ, നമുക്ക് കേട്ടാലോ? റെഡി? ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, വിശുദ്ധ പാദ്രി പിയോ എന്ന വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ പാദ്രി പിയോ എന്ന വിശുദ്ധനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ചു കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റലിയിലെ പിയത്രൽചീന എന്ന ദരിദ്ര ഗ്രാമത്തിൽ 1887 മെയ് 25-ാം തീയതി ഗ്രാസിയോയുടെയും ജോസപ്പായുടെയും രണ്ടാമത്തെ മകനായി പിയോ ജനിച്ചു. ഫ്രാൻസിസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മാമോദിസ പേര്. സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈദികനാകണമെന്ന ആഗ്രഹം 23-ാം വയസ്സിൽ അദ്ദേഹം സാക്ഷാത്കരിച്ചു. ഫ്രാൻസിസ് എന്ന പേര് മാറ്റി പാദ്രി പിയോ എന്ന പേര് സ്വീകരിച്ചു. ക്രിസ്തുവിനെ അനുഗമിക്കുക, അവനോട് കൂടെ സഹിക്കുക, ഇതായിരുന്നു പാദ്രി പിയോയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈശോയുടെ പഞ്ചശതങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ആദ്യ വൈദികനാണ് വിശുദ്ധ പാദ്രി പിയോ. 1968 സെപ്റ്റംബർ 23-ാം തീയതി വിശുദ്ധ പാദ്രി പിയോ മരണമടഞ്ഞു. 1999 മെയ് 2-ാം തീയതി വിശുദ്ധ പാദ്രി പിയോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2002 ജൂൺ 16-ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ പാദ്രി പിയോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സഭയിലെ കൂദാശകളെ മുറുകെ പിടിച്ച് അതിന്റെ ശക്തി സ്വയം മനസ്സിലാക്കിയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും ജീവിച്ച സഭയിലെ ധീരപട നായകനാണ് വിശുദ്ധ പാദ്രി പിയോ. നമുക്കും വിശുദ്ധ പാദ്രി പിയോ പോലെ വിശുദ്ധിയിൽ വളരാം. നന്ദി. എക്സലന്റ്, സൂപ്പർ. ഇനി വിശുദ്ധന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് വചനം പറയുന്നത് മോന്റെ പേര് പറയും. ഗ്ലാഡ്സൺ ആണ്. ഗ്ലാഡ്സൺ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗ്ലാഡ്സൺ വിശുദ്ധന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കി ഒരു വചനം നമ്മളോട് പറയാണ്. കേൾക്കാം. പ്രിയ കൂട്ടുകാരെ, പാദ്രി പിയോ എന്ന വിശുദ്ധനെ കുറിച്ച് നാം കേട്ടല്ലോ. വിശുദ്ധന്റെ ജീവിതം ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് ഒരു വചനം പറയാം. ഗലാത്യ 6:14. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കും വിശുദ്ധിയിൽ വളരാനായി പരിശ്രമിക്കാം. താങ്ക് യു. അപ്പം ഇന്ന് വളരെ മനോഹരമായിട്ട് വിശുദ്ധരെ കുറിച്ച് പറയുകയും വചനം പറയുകയും ചെയ്ത് രണ്ടുപേർക്കും നല്ലൊരു ഗൈഡ് കൊടുത്തേ വരുന്നു കേട്ടോ.
കൂട്ടുകാരെ, വിശുദ്ധരെ കുറിച്ചൊക്കെ കേട്ട് നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഈശോടൊത്തൊന്ന് കളിച്ചാലോ? ഒരു പാട്ട്. നമ്മൾ ഈ പ്രോഗ്രാമിൽ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, അത് നിങ്ങളെ പെട്ടെന്ന് പഠിപ്പിക്കാം. പെട്ടെന്ന് പഠിക്കുക, പെട്ടെന്ന് പാടാം, ഡാൻസ് കളിക്കാം. ഓക്കെ, റെഡി? ആർ യു റെഡി? ഓക്കെ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഏറ്റുപടിക്കേ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് മാലാഖമാരായി വളരാലോ. ഇത്രേ ഉള്ളൂ. നോക്കിയേ. ഈശോയോടൊത്തു കളിക്കാലോ, ചെയ്ത ഈശോയോടൊത്ത്, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ചാടി എഴുന്നിട്ട് എനർജിയിൽ. യെസ്. അനങ്ങി കൈയടിച്ച് അടുത്ത ആളൊക്കെ നോക്കി പുഞ്ചിരിച്ച്. ആ, കൂട്ടുകാരെയൊക്കെ നോക്കിയേ. ഈശോടൊത്ത് കളിക്കാൻ പോവാ, ഈശോടൊത്ത് ചിരിക്കാൻ പോവാ. റെഡി? ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി. ഈശോയോടൊത്ത് കളിക്കാം. ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാനോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ പ്രോഗ്രാമിന്റെ 4th സെഗ്മെന്റിലേക്ക് നമുക്ക് പോയാലോ? റെഡി? നാലാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? താലന്ത് ഈശോയ്ക്ക് കൊടുക്കുക. നമുക്ക് എന്തൊക്കെ താലന്തുണ്ടോ അതൊക്കെ. അപ്പൊ ഇന്ന് ഈ കൂട്ടത്തില് ഈശോയ്ക്ക് തങ്ങളുടേതായിട്ടുള്ള കഴിവ് ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് ആരാക്കിയാ വന്നിരിക്കുന്നേ? യെസ്, മക്കള് വേം വാ മുന്നോട്ട്. ഒരു ക്ലാപ്പ് കൊടുത്തവർക്ക്. യെസ്, ഗുഡ്. മക്കളുടെ പേര് പറഞ്ഞു. മോളുടെ പേര് പറയും. അയാണോ റോസ്. എത്ര പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. നെക്സ്റ്റ്. ഫിയോണ റോസ്. 8ൽ തന്നെ. 8ാം ക്ലാസ്. നെക്സ്റ്റ് വൺ. എത്രാം ക്ലാസ്? 8ാം ക്ലാസ്സിൽ തന്നെ. വെരി ഗുഡ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ പോവാണ്. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ത് പെർഫോമൻസ് ആണ്? ഡാൻസ് ചെയ്യാൻ പോവാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഇവരെ നമുക്ക് വീക്ഷിക്കാം, ആസ്വദിക്കാം. ആർ യു റെഡി? जीवन की खोज में निकला रे, ओ जीवन की खोज में निकला रे, जीवन की खोज में निकला रे, यीशु पाया, यीशु पाया, यीशु पाया, यीशु पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे। ओ साथी रे, साथी रे, बंधु
അപ്പോൾ നമ്മൾ ഈ malagakoottam.comന്റെ സ്വർഗത്തിൻ്റെ രസക്കാഴ്ചകൾ സമാപിക്കാൻ പോവുകയാണ്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആർ യു റെഡി? ഒന്ന് നേരെ ഇരുന്ന് കൈകളൊന്ന് ഹാർട്ട് ലെവലിൽ ഹൃദയഭാഗത്തൊന്ന് കൂപ്പി പിടിച്ച് കണ്ണടച്ച് ഈശോയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം തോന്നാവുന്ന രീതിയിലൊന്ന് ഭംഗിയായിട്ടിരുന്നേ, ഒരു ചെറു പുഞ്ചിരിയോടെ ഇരുന്നേ. നമ്മുടെ ഉള്ളിൽ ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ആനന്ദം വരില്ലേ ഫേസിൽ? ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഓർക്കുമ്പോഴേക്കും ഒരു സന്തോഷം, ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വരില്ലേ? ഈശോയെ എന്ന് മനസ്സിലോർത്തേൻ. ഇതിങ്ങനെ പ്രാർത്ഥിക്കുക: ഈശോയെ, ഈ ഒരു ദിവസം ഈ സ്വർഗത്തിൽ ആനന്ദിക്കാൻ, കളിക്കാൻ, ചിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, വചനം ഭക്ഷിക്കാൻ എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. മാലാഖമാരെ പോലെ വിശുദ്ധിയിൽ വളരാൻ എന്നെയും പഠിപ്പിക്കണമേ. ഈശോയെ നന്ദി. കണ്ണു തുറന്നേൻ. കൂട്ടുകാരെ, നമ്മൾ ഇവിടെ ഒരു സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പെർക്കല്ല, ഈ പെർക്ക് നിങ്ങൾക്ക് തരും. ചില ആൾക്കാർ ഇത് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്, പെർക്ക് ഞങ്ങൾക്ക് എപ്പോൾ തരും അല്ലേ? ഇതാണൊരു സസ്പെൻസ് എന്ന് പറഞ്ഞത്. ഓരോ എപ്പിസോഡിലും ഈ സ്വർഗത്തിൽ malagakoottam.com ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുക്കും. അത് ഇവിടുത്തെ ഒരു ഒരു രീതിയാണ്, അത് ഇവിടുത്തെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇന്ന് ആരാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് എന്ന് അറിയാൻ സമയമായി. നമുക്ക് ഈ മോളെ വിളിക്കാം. ഈ മോള് വന്ന് ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്ന ക്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നന്നായിട്ട് ക്ലാപ്പ് ചെയ്യേ. ഒരെണ്ണം സെലക്ട് ചെയ്തേ. ഓക്കെ, ഓപ്പൺ ചെയ്തേ. ക്രിസ്റ്റ ലൈജോ ആണ് ഇന്ന് സെലക്ട് ആയിരിക്കുന്നത്. ഇന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് തകർത്ത ആളാണ്. വരൂ ക്രിസ്റ്റ, മുന്നോട്ട് വരും. മോള് പോയിരുന്നു കേട്ടോ. അപ്പോ ഈ സ്വർഗത്തിൽ ഇന്ന് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ക്രിസ്റ്റ ലൈജോ. നല്ല കൈഡ് കൊടുത്തേ. അപ്പൊ ഇനി ക്രിസ്റ്റയുടെ ഡ്യൂട്ടിയാണ്. ഇത് മെമന്റോ ചേട്ടായി പിടിക്കാം. ആ പെറക്കെടുത്ത് എല്ലാവർക്കും കൊടുക്കണം. അപ്പോ ചോക്ലേറ്റ് ഒക്കെ കിട്ടി, അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും നേരം നമ്മുടെ ഈ സ്വർഗത്തിന്റെ ഈ രസക്കാഴ്ച മുഴുവനും ഒബ്സർവ് ചെയ്ത, വാച്ച് ചെയ്ത നമ്മുടെ ചങ്ക് കൂട്ടുകാരുണ്ട് പ്രേക്ഷകരായിട്ട് അല്ലേ? അവർക്കൊക്കെ ഒരു നന്ദി പറയണം, ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം. പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ചങ്ക് കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ സ്വർഗത്തിന്റെ രസക്കാഴ്ച ഇവിടെ തീരുന്നില്ല. malagakoottam.com അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. ഇന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്, ഞങ്ങളെ വാച്ച് ചെയ്തതിന്, ഞങ്ങളുടെ രസക്കാഴ്ചയൊക്കെ നിങ്ങളും അനുഭവിച്ചതിന് പ്രത്യേകം നന്ദി പറയാണ്. നമുക്ക് ആ കൂട്ടുകാരെ നോക്കിയിട്ട് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഒരു ടാറ്റ ബൈ ബൈ.